ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 13, നമ്മുടെ റോസാമിസ്റ്റിക മാതാവിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ റോസാമിസ്റ്റിക മാതാവിന്റെ ഈ പുനർജീവൻ തറവാട്ടിലെ കൊല്ലൂരുള്ള പുലൻ തറവാട്ടിലെ ഈ റോസാമിസ്റ്റിക മാതാവിന്റെ ഈ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ജൂൺ 1, 1947 പിയറി എന്ന ആ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ഈ കാണുന്ന റോസാപ്പൂവല്ല ജൂൺ 1 പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചരിത്രം പറയുന്നത്. 3 വാളുകളാണ് പരിശുദ്ധമ്മയുടെ ആ ഹൃദയത്തിൽ ആ മകൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അന്ന് മാതാവിലൂടെ ലഭിച്ച സന്ദേശം, തെരഞ്ഞെടുക്കപ്പെടുന്ന ഇസ്രായേൽ ജനം പോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സന്യസ്തര്, വൈദികര്, അവരുടേതായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് പുത്രനായ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ അവരിൽ സംഭവിക്കുന്ന വ്യത്യസ്തമായ അവരുടെ സഹനങ്ങളെ കടന്നു പോകാൻ പറ്റാതെ പലപ്പോഴും അവർ വേദനിക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് യേശുവിന് വേണ്ടി അത് സമർപ്പിക്കാൻ കഴിയാതെ പലപ്പോഴും പാപമേഖലകളിലോ മറ്റുള്ള മേഖലകളിലോ പോകുമ്പോൾ സഭ തന്നെ വിട്ടുപോകുമ്പോഴും സഭയ്ക്കും സമൂഹത്തിന് സംഭവിക്കുന്ന വേദനകളെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ അന്ന് ആ വാളുകളാൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ജൂലൈ 13 പിയറയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ആ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് 3 റോസാ പുഷ്പങ്ങൾ ആണ് ഹൃദയത്തിൽ വാളിന്റെ സ്ഥാനത്തുള്ളത്. ഒന്ന് ചുവപ്പ്, ഒന്ന് വെള്ള, ഒന്ന് ഗോൾഡൻ കളർ. വെളുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യകതയെ അത് സൂചിപ്പിക്കുകയാണ്. ചുവപ്പ് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും, ഗോൾഡൻ കളർ വരുമ്പോൾ പ്രാശ്ചിത്തം, മാനസാന്തരം, പാപപരിഹാരം. അതെ, പുനർജീവന്റെ ഒരു 5 വർഷത്തോളമായ ഒരു കാഴ്ചപ്പാട് ദിവസവും വൈദികർക്ക്, മാർപ്പാപ്പ മുതല് വൈദികർ വരെയുള്ള ശ്രേഷ്ഠർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. 3 ആകുവാൻ പ്രവർത്തിക്കുന്ന ഒരുങ്ങുന്ന വൈദികരുടെയും സന്യസ്തരുടെയും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, മരിച്ചുപോയ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി, അതിനൊപ്പം നഷ്ടപ്പെടാനായിട്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മീയ ചൈതന്യം ഒരുക്കപ്പെടുവാൻ പുനർജീവൻ എന്നും പ്രതിഭാത്മകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സഹനം സഹിക്കുന്ന, ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ, അല്ലെങ്കിൽ കണ്ണു കാണാതെ, അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവരൊക്കെയാണ് പുനർജീവനിൽ എപ്പോഴും കൂടുന്നത്. അതിലെ ഏറ്റവും മുഖ്യമായ ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷ പുനർജീവനിൽ എന്നും ഒരു പുനർജീവൻ നൽകുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളേവരെയും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ 1-ാം സ്ഥാനം സഭയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ ജനത്തിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കുടുംബവും, ഏത് പ്രസ്ഥാനവും അനുഗ്രഹിക്കപ്പെടും. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലൂടെ നമ്മളിലേക്ക് യേശുനാഥൻ എണ്ണിയാ തീരാത്ത കൃപകളും അനുഗ്രഹങ്ങളും നൽകുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് റോസാമിസ്റ്റിക ദിനം ആചരിക്കുമ്പോൾ നമുക്കും പുനർജീവന്റെ ഈ നിറസാന്നിധ്യവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്.